അമേരിക്കയും യൂറോപ്പും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ലോകം റിലേറ്റീവ്ലി ഡിക്ലൈൻ ചെയ്യുകയാണ്. ഈ ജനാധിപത്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മേധാവിത്വം നിലനിർത്തുവാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ ബോധം അവർക്കുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാമൂഹിക സമത്വം ഒരു സമൂഹം, പ്രത്യേകിച്ചും വെള്ളക്കാരുടെ സമൂഹം, ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഉദാഹരണമായിട്ട് 60കളിലൊക്കെ ഇവിടെ വോട്ടവകാശം ബ്ലാക്സിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാമൂഹിക സമത്വം വേണ്ട, രാഷ്ട്രീയ സമത്വം മതിയെന്ന്. ഇന്ന് ലോകത്തെ ജനാധിപത്യം പറയുന്നത് സാമൂഹിക സമത്വത്തിലേക്ക് പോകാവുന്നതാണ്. അമേരിക്കയിൽ സംഭവിച്ചത് അതാണ്. ബ്ലാക്സിനെയോ അല്ലെങ്കിൽ യൂറോപ്പിൽ വരുന്ന റെഫ്യൂജീസിനെ ഒരിക്കലും അവർക്ക് സമന്മാരായി കാണുവാൻ ഈ സമൂഹങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൈകടത്താനും അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാനും റഷ്യക്ക് കഴിഞ്ഞുവെന്ന് അമേരിക്കയ്ക്ക് അകത്ത് തന്നെ ആരോപണം ഉണ്ടാവുന്ന തരത്തിലേക്ക് റഷ്യ ഒരു പുതിയ ശക്തിയായി വരികയാണോ ലോകക്രമം? അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വന്നത് ഒരു വിവാദത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഈ റഷ്യയെ പറ്റി എങ്ങനെ പറയണം, പുടിനെ പറ്റി എന്ത് പറയണം എന്നൊന്നും ട്രംപിന് ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ഹി വാസ് ബംബ്ലിങ് ത്രൂ ഇറ്റ്. പുടിൻ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പം പിന്നെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ നല്ല മനുഷ്യൻ നന്നായി, എന്നെ സഹായിക്കുമെന്നായി, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്നാണ് എൻ്റെ ഉദ്ദേശം. അത് പുടിന് അതിനകത്ത് ഉത്തരവാദിത്തം വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ അത് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. ഞാനാണോ അമേരിക്ക നടത്താൻ പോകുന്നതെങ്കിൽ ഞാൻ നടത്തിക്കളയാം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം ഒരാൾക്ക് എങ്ങനെ വോട്ട് കിട്ടുന്നത് വളരെ പ്രധാനമാണ്. ഈ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത്? അത് നേരത്തെ ചോദിച്ചുള്ളൂ, ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യക്കാർ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് വംശീയത കൊണ്ടോ അല്ലെങ്കിൽ വലതുപക്ഷം കൊണ്ടോ ഒന്നുമല്ല. ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്ത ഇന്ത്യക്കാർ വെൽ ടു ഡു ഇന്ത്യൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത് ആര് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എനിക്ക് ഇന്ത്യക്കാരെയൊക്കെ അറിയാം, ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യക്കാരെ എല്ലാവരും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. പക്ഷേ ഒരു വികാരം എന്ന് പറയുന്നത്, ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, വികാരം എന്ന് പറയുന്നത് ഹിലരി എന്തായാലും വേണ്ട, ഈ 30 കൊല്ലത്തെ ഹിലാരി അല്ലെങ്കിൽ ക്ലിൻറ്റൺ ആധിപത്യം അവസാനിക്കണം എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ അവരെ പറ്റി ഒരു റൊമാൻറ്റിക് ഇമേജ് ആണല്ലോ, നല്ല സ്ത്രീയാണ് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല അമേരിക്കയിലുള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ്, ഞാൻ ആ കാലത്ത് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട്. ഹിലരി ക്ലിൻറ്റനെ വെറുക്കുന്ന ഒരു വലിയ ജനസമൂഹം അമേരിക്കയിലുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ സാൻഡേഴ്സിൻ്റെ ആവിർഭാവം ഒരു തരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്നു എന്ന് പറയുകയും അങ്ങനെ ഒരു പ്രസിഡന്റ് ജയിക്കുന്ന ഒരു കാലത്ത് സാൻഡേഴ്സാണ് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അമേരിക്കയിലുണ്ട്. അതെ, അമേരിക്കയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ഡിവൈഡഡ് ആണല്ലോ. റിച്ച് ആൻഡ് പുവർ ആർ ഐഡൻറ്റിഫയബിൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് ഈ പോളറൈസേഷൻ കൂടുതലാകുന്നു. അതുകൊണ്ടാണ് സാൻഡേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. പക്ഷേ സാൻഡേഴ്സിൻ്റെ ആവിർഭാവം കൊണ്ട് എന്ത് പറ്റി? ഹിലരി ക്ലിൻറ്റന് കുറച്ചുകൂടെ റൈറ്റിലേക്ക് പോകേണ്ടി വന്നു. അവർ ലെഫ്റ്റിൽ നിന്ന ആളാണ്. അപ്പോൾ അത് ജയിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സാൻഡേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ കുറച്ച് റൈറ്റിലേക്ക് അതൊരു കൺഫ്യൂഷൻ വന്നു. അത് ഹിലരി ക്ലിൻറ്റനെ ഏകദേശം 3 മാസത്തോളം അത് ബാധിച്ചു. കാരണം അവർ ഈ സാൻഡേഴ്സിനോട് യുദ്ധം ചെയ്ത് തളർന്നാണ് വന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവരെങ്ങനെങ്കിലും ഈ നോമിനേഷൻ അങ്ങ് തീർത്ത് കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് ഈ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഡാമേജ് കുറയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഡാമേജ് വളരെ കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു. ഫ്രഞ്ച് നാഷണലിസം ശക്തിപ്പെടുമ്പോൾ ബ്രിട്ടീഷ് നാഷണലിസം ശക്തിപ്പെടും എന്ന് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതെന്നല്ല, ഇവർ വിരുദ്ധരായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവർ പരസ്പരം ശക്തിപ്പെടുന്നത്. അമേരിക്കയിൽ ട്രംപ് വിജയിച്ചതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സ് വരുമെന്ന് പറഞ്ഞ് എന്ന് കണ്ട് അമേരിക്കയും യൂറോപ്പ് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് 2017 ഒരിക്കലും ശുഭകരമായൊരു കാര്യത്തിലേക്കല്ല പോകുന്നത്. പണ്ട് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് പോരടിച്ചതുപോലെ ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് റൈറ്റ് വിങ് പൊളിറ്റിക്സും മറ്റുള്ളവരും ലെഫ്റ്റും എല്ലാം കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു ധ്രുവീകരണ പ്രോസസ്സിൽ ഉണ്ടായി വരുന്ന ആശയങ്ങളായിരിക്കും ഇനി 2017 ഭാവി നിശ്ചയിക്കുക. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രൊമിനൻ്റായിട്ട് നിൽക്കുന്നത് റൈറ്റ് വിങ് ഐഡിയോളജീസ്. ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുരന്തത്തിൻ്റെ മറുവശം ജനങ്ങളിലേക്ക് എത്തുകയും അതിനനുസരിച്ച് ജനം റീതിങ്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടായി വരിക ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെഫ്റ്റ് ചിന്താഗതി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ലോകത്ത് പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിയോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളോ ഈവൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോ പോലും ആയിരിക്കില്ല ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ ഇതിൻ്റെ ഒരു പുതിയ ഒരു ഓൾട്ടർനേറ്റീവായിട്ടോ ഉയർന്നു വരിക. ഇപ്പോഴും ആരും ജനാധിപത്യത്തിനെ നിരാകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുവരെ നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന ഗുണം, അദ്ദേഹം ഇന്റേണൽ ഡെവലപ്മെൻറ്റ്സിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വിദേശകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ സുഖമായിട്ട് കഴിയുക. ഡിമോണിറ്റൈസേഷനോടുകൂടി അദ്ദേഹം ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ. അപ്പോൾ അത് സാധാരണക്കാരെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇല്ല, സാധാരണക്കാരുടെ കള്ളപ്പണമുള്ളവർക്കല്ല പ്രശ്നം, കള്ളപ്പണമുള്ളവർക്ക് പ്രശ്നമില്ല.
എന്തുകൊണ്ട് ഈ പുതിയ കറൻസി എങ്ങനെ കള്ളപ്പണക്കാരുടെ മുമ്പിൽ എത്തിയെന്നുള്ളതിന് ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പാവങ്ങൾക്കുണ്ടായാൽ ഒരു 6 മാസം കൂടെ അവർക്ക് ഈ ATM പൂജിക്കേണ്ടി വരുന്ന ഒരു രംഗം കണ്ടല്ലോ. ATM കൊണ്ടുപോയി മാലയിട്ട് പൂജിച്ച് തൊഴുകയാണ്, എനിക്ക് പൈസ തരണം. ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നതെങ്കിൽ എങ്ങനെ ഈ ഗവൺമെൻറ്റിന് തുടരാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. തീവ്ര വലത് പാർട്ടികളുടെ ശക്തിപ്പെടലിനെ ആഗോള വ്യാപകമായി അത്തരത്തിലുണ്ടാകുന്ന വ്യാപനത്തെ നിസ്സഹായമായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാലത്തിലേക്കാണോ 2017? എനിക്ക് തോന്നുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ഈ പ്രവണതകളൊക്കെ വരുമ്പോൾ അതിന് കൗണ്ടറായിട്ടുള്ളത് വരും. യുദ്ധത്തിലേക്ക് നയിച്ചപ്പോഴാണ് പലപ്പോഴും 1-ാം ലോകമഹായുദ്ധവും 2-ാം മഹായുദ്ധവും ലോകം മാറ്റിമറിച്ചത് യുദ്ധത്തിലൂടെയാണ്. അതിപ്പോൾ സാധ്യമല്ലല്ലോ. ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റാറ്റിഫിക്കേഷൻ ഓപ്പോസിറ്റായിക്കൊണ്ടും ഒരു ലെഫ്റ്റ് ചിന്താഗതി ഉയർന്നു വരിക തന്നെ ചെയ്യും. പക്ഷേ ആ ലെഫ്റ്റ് ചിന്താഗതിയുടെ രൂപം, ഭാവം, സിദ്ധാന്തം എന്തായിരിക്കുമെന്നുള്ളത് ഇനി ലോകത്ത് നടക്കുന്ന ചർച്ചകളും ഇൻ്ററാക്ഷൻസും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ അത് തീരുമാനിക്കുക. വളരെ നന്ദി ശ്രീ TP ശ്രീനിവാസൻ, ഡോക്ടർ ജോസൂട്ടി, ഒപ്പം പ്രവീൺ. തീവ്ര വലതുപക്ഷത്തെ നിസ്സഹായമായി ഏറ്റുവാങ്ങേണ്ടി വരുമോ അതോ പ്രതിരോധങ്ങൾ ശക്തിപ്പെടുമോ? 2017 ലോകത്തിന് പ്രതീക്ഷയേക്കാൾ അധികം ആശങ്കകളുടേത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.